നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക് ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതവേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്യരാശിക്കാർക്ക് സൂര്യൻ ആരാണ്? അവരുടെ വൈകല്യവാനാണ്. വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന 12-ാം ഭാവാധിപനാണ്. ആ സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ഒരു ശുഭഗ്രഹമാണോ? അല്ല. അത് നിൽക്കുന്നത് എവിടെയാണ്? 4-ാം ഭാവത്തിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സൂര്യൻ 12-ാം ഭാവാധിപനാണ്. വൈകല്യങ്ങൾ ഉണ്ടാക്കും 12-ാം ഭാവാധിപൻ. അത് 4-ാം ഭാവത്തിൽ എപ്രകാരം ഉണ്ടാക്കും? എന്താണ് 4-ാം ഭാവം? ശാരീരികമായി വരാംഗം, ആന്നം, മുരഹ, ഹൃത്താണ്, ഹൃദയമാണ്. ഹൃദ്രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. ബൈപ്പാസ് സർജറിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കാർഡിയാക്ക് സംബന്ധിച്ച രോഗങ്ങൾ വരും, ശ്രദ്ധിക്കണം. മറ്റൊന്ന് 4-ാം ഭാവം എന്താണ്? മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച. അമ്മ, അമ്മാമന്മാർ, മരുമക്കൾ, വാഹനം, തൻ്റെ ഇരിപ്പിടം, തൻ്റെ ലാളിത്യം, ജലം, ജലാശയം, കിണർ, പശ്വാദികൾ, നാൽക്കാലികൾ, തൻ്റെ ജന്മഗൃഹം, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഈ വൈകല്യവാനായ സൂര്യൻ 4-ാം ഭാവത്തിൽ വരുമ്പോൾ പൂർവികമായ സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങൾ, തർക്കങ്ങൾ ധാരാളം വരാം. അമ്മ, അമ്മന്മാർ, മരുമക്കളൊക്കെ ശത്രുക്കളാകാം. സഹോദര ഗുണം കുറയുക, അവരുമായി ശത്രുത വരിക തുടങ്ങിയ ധാരാളം പ്രയാസങ്ങൾ കന്നിരാശിക്കാർ അനുഭവിക്കേണ്ടി വരും ഈ ഒരു മാസം. അതിനു പുറമെ അധോമുഖ രാശി ആരൂഢമാണ്. ഡ്രൈവിംഗ് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കന്നിരാശി ദിവാത് രാശിയാണ്. 2 വീലർ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്രകാരം വീട്ടിൽ നിന്നും ജോലി ചെയ്യുമ്പോൾ ഉയരമുള്ള സ്ഥലത്ത് കയറിയാൽ പെട്ടെന്ന് വീഴുക മുതലായ പ്രയാസങ്ങൾ വരും. 4-ൽ ചൊവ്വയുമുണ്ട് സൂര്യനോട് കൂടെ. അതിനാൽ വാഹന സംബന്ധമായ അപകടങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കുക. വിസുഖ പീഡിതമാനസ ചതുർത്ഥ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് വരാഹമേഖല ആചാര്യൻ. സുഖം വളരെ കുറയും, സ്വസ്ഥത കുറയുക. 4-ാം ഭാവം സുഖമാണ്. അവിടെ പാപഗ്രഹങ്ങൾ വരുമ്പോൾ സ്വസ്ഥത നശിപ്പിക്കും. പീഡിതമാനസ, മനസ്സിന് അങ്ങേറ്റം പീഡ വരും. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, തുരിയേ ദിനേശെ അതിശോഭാധികാരാൻ ജനസമ്പ്രജൻ വിഗ്രഹം ബന്ധുതോപി. തൻ്റെ അതിശോഭ കാരണം
ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കും, അസൂയ വരും തന്നോട്. അതിനാൽ തൻ്റെ പേഴ്സണലായ അഭിവൃദ്ധികളൊന്നും ആരോടും പറയാൻ പാടില്ല. പ്രവാസി താൻ ദേശം വിട്ടു പോകും, പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരിക, സ്വദേശം വിട്ട് മറ്റൊരു ദേശത്തിലേക്ക് പോകുക. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുവുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടും. അതിനാൽ കോടതി വ്യവഹാരങ്ങൾ മുതലായ വിഷയത്തിലൊക്കെ പരാജയങ്ങൾ വരുന്ന മാസമാണിത്. കഥാചിത് ശാന്തം ഭവേത്തസ്യ ചേതഃ, മനസ്സിന് സമാധാനം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഹൈപ്പർ ആക്റ്റീവായിട്ട് ആക്ഷൻ വരുമ്പോൾ സമാധാനം കുറയും. അതിനാൽ ജാഗ്രത പാലിക്കുക. ഇവിടെയും നന്നായി ശിവന് കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക. നിയന്ത്രണങ്ങൾ പാലിക്കുക. സൗഹൃദങ്ങളിലൊക്കെ തന്നെ ഇത് അനാവശ്യമായി തൻ്റെ ഈഗോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന മാസമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.